മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ജീവന്റെ പുതുക്കത്തിൽ നടന്നിടുവാൻ ജീവൻ തന്നെ വീണ്ടെടുത്തു. ജീവിത നൗകയിൽ നായകനായി ജനജീവൻ താനെന്നും കൂടെയുണ്ട്. ജീവിത നൗകയിൽ നായകനായി ജനജീവൻ താനെന്നും കൂടെയുണ്ട്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്ന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 19-ാം അധ്യായമാണല്ലോ നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. അതിൻ്റെ 5, 6 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. മോശെ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളിൽ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകളോട് കൂടിയ ഒരു കൽപ്പനയായിട്ടാണ് ഈ വായിച്ച വേദഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ അനുസരിച്ചാൽ, പ്രമാണങ്ങൾ പാലിച്ചാൽ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ അവരെ ഒരു പ്രത്യേക സമ്പത്തായിരിക്കും, പുരോഹിത വർഗമായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രമാണം ലംഘിച്ചാൽ ഒരു പക്ഷേ ആ പദവി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ടും നാം കാണുന്നുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. നമുക്കറിയാമല്ലോ, പുരോഹിതനായ ഏലിയും തൻ്റെ മക്കളും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിച്ചു. ദൈവത്തെ വേദനിപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തു. അവർക്ക് ആ പദവി നഷ്ടമായി എന്നാണ് യഹോവ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായിരുന്നു ഇസ്രായേലിനോട് ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണം. നമ്മെ സംബന്ധിച്ച് നാം അങ്ങനെയല്ല. നാം പ്രമാണം ലംഘിച്ച് നടന്നവരും, റോമാലേഖനം 5-ാം അധ്യായ പ്രകാരം നോക്കിയാൽ നാം ബലഹീനരും അഭക്തരും പാപികളും ശത്രുക്കളുമൊക്കെ ആയിരുന്നപ്പോഴാണ് കർത്താവ് നമ്മോട് കരുണ കാണിച്ചത്. നാം വായിക്കുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ. നാം ഒന്നും ചെയ്തില്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചപ്പോൾ, കൃപ ചൊരിഞ്ഞപ്പോൾ, ആ വിശ്വാസവും നമ്മിലേക്ക് ചൊരിഞ്ഞപ്പോൾ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിച്ചു. അപ്പോൾ പിന്നെ പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം. നമ്മൾ കർത്താവിൻ്റെ സമ്പാദ്യമാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്തം ജനമാണ്, കരുണ ലഭിച്ചവരാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം കൽപ്പന അനുസരിച്ചത് കൊണ്ട് കിട്ടിയതല്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതെല്ലാം നമുക്ക് ദാനമായി ലഭിച്ചതാണ്. ഇതൊന്നും നഷ്ടപ്പെടുന്നതല്ല. ഇത് നമുക്ക് സ്ഥിരമായിട്ടുള്ളതാണ്. നഷ്ടപ്പെടുന്നതല്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെയും ജീവിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇസ്രായേൽ മക്കൾ കൽപ്പന പ്രമാണിച്ചപ്പോൾ, ലംഘിക്കാതിരുന്നപ്പോൾ, അനുസരിച്ചപ്പോൾ ആ പദവിയിൽ എത്തിയതെങ്കിൽ, നാം ഒന്നും ചെയ്യാതെ തന്നെ ഈ പദവിയിൽ എത്തിയത് കൊണ്ടും ഇത് നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുന്നത് കൊണ്ടും നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചാൽ മതിയാകും. എത്രമാത്രം ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവിക കൽപ്പനകൾ അനുസരിച്ചാൽ മതിയാകും. അതാണ് നമ്മുടെ വിഷയം. ലളിതമായി ചിന്തിക്കേണ്ട കാര്യമല്ല. ദൈവം തന്ന പദവിക്കൊത്തവണ്ണം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം.
നമുക്ക് ദൈവത്തെ ബഹുമാനിക്കാം, ദൈവത്തെ ആദരിക്കാം. അപ്പോൾ തന്നെ നാം അനുസരണക്കേട് കാണിച്ചാൽ, കൽപ്പന ലംഘിച്ചാൽ, അയോഗ്യമായി ജീവിച്ചാൽ ഈ ലഭിച്ചതൊക്കെ നഷ്ടപ്പെടുകയില്ല എന്ന് ഉള്ളത് സത്യമാണെങ്കിൽ പോലും കർത്താവ് നീതിമാനായതുകൊണ്ട്, വിശുദ്ധനായതുകൊണ്ട് നമ്മെ ബാലശിക്ഷയിൽ കൂടെ കടത്തിവിടും. അതൊരു പക്ഷേ അല്പവേദനാജനകമായ കാര്യമായിരിക്കാം. നഷ്ടവും കഷ്ടവും വേദനയും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയും ജീവിക്കാമെന്നൊരു പ്രമാണം നമുക്കില്ല. വിശ്വസ്തതയും വിശുദ്ധിയും വേർപാടും പാലിച്ച് വേണം നാം ജീവിക്കാൻ. എങ്കിൽ മാത്രമേ കർത്താവിന് പ്രസാദകരമായ ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് കേട്ട ഈ ചിന്ത അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഈ പ്രമാണം പ്രായോഗികമായിരിക്കുന്നത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് ജീവിക്കുന്നുവെന്ന് ആരെ വിശ്വസിച്ച് യേശുവിനെ കർത്താവ് സ്വീകരിച്ച് ദൈവമക്കളാകുന്നുവോ അവർക്ക് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഈ പ്രമാണം അന്വർത്ഥമാകുന്നുള്ളൂ, പ്രായോഗികമാകുന്നുള്ളൂ. അവരോട് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ ഇന്നുവരെയും ഈ ശബ്ദം കേൾക്കുന്നവരിൽ യേശുക്രിസ്തു താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്നുവെന്നും തന്നെ വിശ്വസിച്ച് തന്നെ ആശ്രയിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നും ഉറപ്പോടെ വിശ്വസിച്ച് യേശുവിനോട് വായുകൊണ്ട് ഏറ്റുപറയണം, യേശുവേ ഞാൻ അങ്ങനെ കർത്താവ് സ്വീകരിക്കുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ സാധിക്കും. നമ്മൾ 2-ാം ഭാഗത്ത് പറഞ്ഞ സകല അനുഗ്രഹങ്ങളും താങ്കൾക്കും അപ്പോൾ ലഭിക്കും. ദൈവത്തിൻ്റെ സമ്പത്തായിട്ട് തീരും. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളുടെ കൂട്ടത്തിലായിത്തീരും. രാജകീയ പുരോഹിത വർഗമായിത്തീരും. സ്വന്തം ജനമായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട പദവി താങ്കൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ നിത്യനാശമെന്ന നരകമാണ് ലഭിക്കുവാൻ പോകുന്നത് എന്ന ഭയനിർദ്ദേശം കൂടെ നൽകുവാനായിട്ട് ഞങ്ങൾ മടിക്കുന്നില്ല. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ കർത്താവ് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേൾക്കുന്ന വിശ്വാസികളെ, നാം കൃപയാൽ ഭാഗ്യവശാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എങ്ങനെയും ജീവിക്കാനുള്ളവരല്ല. ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിച്ച് ഫലകരമായി ജീവിക്കാനായിട്ട്, കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവൻ തന്നിടും തൻ രുധിരം ജീവനില്ലാത്തവർക്കായി ചൊരിഞ്ഞു. ജീവന്റെ പുതുവഴി തുറന്നു പരൻ ജീവനായകൻ